രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച നിർഭയ നിശ പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം KSRTC പരിസരത്തു നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പേഴ്സണലി ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇപ്പോൾ ഞാൻ ചെയർപേഴ്സണായി വന്നിട്ട് 3 മാസമായുള്ളൂ. ഇദ്ദേഹം SP ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ബീങ് എ പ്രൗഡ് ലേഡി ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും നമ്മളൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ പറയാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അത് വളരെ വ്യക്തമാണ്. അപ്പോൾ എന്നെ പോലുള്ള ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലുള്ള ഓഫീസേഴ്സാണ്, പ്രത്യേകിച്ച് ലേഡി ഓഫീസേഴ്സാണ് ഞങ്ങളുടെ ഒരു കരുത്ത്, സ്ട്രെങ്ത്. സോ ആദ്യമേ അതിൽ ഇങ്ങനെ ഒരു അവസരം നൽകിയ ഈ ടീമിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ തുടർന്നും ഞങ്ങൾക്ക് ഒരുപാട് സജഷൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ചേർന്നിട്ടുള്ള എല്ലാവരും കൂടെ ഇതുപോലെ തന്നെ ഇനി എല്ലാ ദിവസങ്ങളും നടക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അപ്പൊ ഇത് പർട്ടിക്കുലർലി നൈറ്റ് ടൈം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും രാത്രിയിൽ ഇറങ്ങുന്നതിൽ നമ്മൾ ഒരു 100 വട്ടം ചിന്തിക്കുന്നത്. രാവിലെ പുറത്തിറങ്ങുമ്പോൾ പോലും നമ്മൾ ഈ പറഞ്ഞതുപോലെ 1000 വട്ടം ഒരു 10 നമ്മളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇറങ്ങാറ്. രാവിലെ എവിടെ പോകണം, എങ്ങനെ തിരിച്ചെത്തും, ഏത് സമയത്ത് തിരിച്ചെത്തും, ഇതെല്ലാം നമ്മൾ നമ്മളൊരു എനിക്ക് തോന്നുന്നു നമ്മളൊരു സൈഡ് റോഡിൽ കൂടെ നടക്കുമ്പോൾ പോലും നമ്മളുടെ കണ്ണൊരു 100 സ്ഥലങ്ങളിലാണ് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം അതാണ് നമ്മളുടെ സ്ത്രീകളുടെ പബ്ലിക് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. അപ്പം അതിലൊരു വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും മലപ്പുറത്തും 10 പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവര് രാത്രിയിലുള്ള പെട്രോളിങ്ങിൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ആ പോൾ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ കൺട്രോൾ റൂമിലോട്ട് അലേർട്ട് പോകുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അതെനിക്കൊന്ന് ഓൾറെഡി തിരുവനന്തപുരത്തൊക്കെ ഓൾറെഡി പല സ്ഥലങ്ങളിലും ഇപ്പം ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഓൾറെഡി അത് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിന്റെ കീഴിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രാത്രികാല പോലീസ് പട്രോളിംഗിന്റെ ഭാഗമാകുകയും കൺട്രോൾ റൂമുകളിൽ ലഭിക്കുന്ന സ്ത്രീകളുടെ പരാതികളിൽ ഉടനടി നടപടി സ്വീകരിക്കുകയും ചെയ്യും. പോലീസിന്റെ എമർജൻസി റെസ്പോൺസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം, പോൾ ആപ്പിലെ SOS ബട്ടൺ, 112 ഹെൽപ്പ് ലൈൻ, ജില്ലാ കൺട്രോൾ റൂമുകൾ, ഹൈവേ പട്രോൾ, പിങ്ക് പട്രോൾ എന്നിവയെ ഏകോപിപ്പിച്ചാണ് നിർഭയ നിശ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്ത്രീകൾ കൂടുതൽ എത്തുന്ന സ്ഥലങ്ങളിൽ AI ക്യാമറകളും അപകട വിവരങ്ങൾ അറിയിക്കാനുള്ള അലാറം സംവിധാനമുള്ള സേഫ്റ്റി പോളുകളും സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലപ്പുറം നഗരത്തിൽ സ്ത്രീകളുടെ രാത്രി നടത്തവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ മഞ്ചേരി നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ്, DYSPമാരായ NO സുബി, അബ്ദുൽ ബഷീർ, വാർഡ് കൗൺസിലർ നജ്മ സബീർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. CCN മലപ്പുറം.